ജനാർദ്ദന കുറുപ്പാണ്. നമ്മൾ വാശിയോഗം പഞ്ചതത്വം എന്നുള്ളതിൽ വിജ്ഞാന ഭൈരവതന്ത്രം 13ാമത്തെ അധ്യായം, അതിൽ ഭൈരവ എന്നുള്ളതിനെ പറ്റിയുള്ള വിശദീകരണമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും നമ്മൾക്ക് 207 പേജിൽ നിന്നും തുടങ്ങാം. ഭൈരവൻ്റെ പരാവസ്ഥയിൽ ദിക്കാല ദേശങ്ങളെ അതിജീവിച്ച് പരമസ്വതന്ത്രമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഉദ്ദേശം പോലും ചിന്തിക്കപ്പെടുന്നില്ല. വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ അവസ്ഥയിലേക്ക് പോകും. പരിപൂർണമായി ശൂന്യമായ ചിന്തകളിൽ നിന്നുള്ള മുക്തിയാണ് ആ അവസ്ഥ. ചിന്തയുടെ ഉറവിടമായ വികല്പങ്ങളെ പാടെ ഇല്ലാതാക്കുന്ന അവസ്ഥ. ഈ ഭൈരവാവസ്ഥ ഭൈരവിയുടെ അനുഗ്രഹമാണ്. ഇതാണ് ഭൈരവൻ്റെ ശക്തി. ഭൈരവൻ്റെ ഈ വിജ്ഞാന ബോധാവസ്ഥയാണ് നിർവികൽപ്പം, സർവ്വചിന്തകളിൽ നിന്നുമുള്ള വിടുതൽ. ഈ വിജ്ഞാന ഭൈരവനാണ് ഏത് സാധകൻ്റെയും ലക്ഷ്യം. ഭൈരവി ഭൈരവൻ്റെ ശക്തിയാവുന്നു. പരാദേവി തീക്ക് പൊള്ളിക്കാനുള്ള കഴിവ് ഏറെ അല്ലാത്തതുപോലെ ഭൈരവനും പരാദേവിയും വ്യത്യസ്തമല്ല. പരാദേവിയെ ശൈവിമുഖം എന്ന് പറയുന്നു. ശിവനിലേക്ക് എത്താനുള്ള വഴിയാണ് ശൈവിമുഖി. കിം വാ നവാത്മഭേദേന ഭൈരവയെ ഭൈരവാകൃതവും ത്രിശിരോഭേദ ഭിന്നം വാ കിം വാ ശക്തിത്രയാത്മകം നാദബിന്ദുമയം വാ വിക്കിം ചന്ദ്രാർദ്ധ നിരോധിക ചക്രാരൂഢാ മനച്കം വാ കിം വാ ശക്തിസ്വരൂപകം. ഭൈരവ, അങ്ങയുടെ യഥാർത്ഥ ശക്തി ഏറ്റവും ഉയർന്ന ആത്മീയജ്ഞാനബോധത്തിൽ എത്തിക്കാനുള്ള 9 വിധം വഴികളെ സൂചിപ്പിക്കുന്നുണ്ടോ? അതോ അത് ത്രിശിര ഭൈരവതന്ത്രത്തിൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമാണോ? അതോ ശക്തിയുടെ ത്രിവിധ രൂപങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കാവുന്നതാണോ? പരാപരാപര. ഈ സംശയങ്ങളാണ് എനിക്കുള്ളത്. പ്രിയ ഭൈരവ, അത് നാദവും ബിന്ദുവും അല്ലേ? ആത്മീയ ചക്രങ്ങളിലെ ധാരണ കൊണ്ട് കേൾക്കുന്ന അനാഹത ശബ്ദമല്ലേ അത്? അതോ അർദ്ധചന്ദ്ര സ്വരൂപത്തിൽ നിന്ന് തടസ്സമില്ലാതെ നിർഗളിക്കുന്ന ശക്തിരൂപങ്ങളാണോ? ഏതാണ് യഥാർത്ഥ ഭൈരവൻ്റെ പ്രകൃതി? ഇവിടെ സംശയങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. 1. ശബ്ദരാശി കലാമയമായ ഊർജ്ജമാണോ അത്? 2. ഭൈരവാഗമ തന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള 9 വിധം വിവിധ രൂപങ്ങളാണോ ആത്മീയജ്ഞാനത്തിനുള്ള വഴി? 3. ത്രിശിരോ ഭൈരവം പറഞ്ഞിട്ടുള്ള 3 വിധം സാധനകളിലൂടെ ഉരുത്തിരിഞ്ഞ മന്ത്രമാണോ? 4. 3 തത്വങ്ങളിൽ പറഞ്ഞ 3 ശക്തികളാണ്? 5. മന്ത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിമർശമെന്ന നാദമോ അതോ മന്ത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമെന്ന മന്ത്രശക്തിയാണോ? അതോ അത് അർദ്ധചന്ദ്രിക, നിരോധിക തുടങ്ങിയവ ചേർന്നതാണോ? അത് ആത്മീയ ചക്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന അത്ഭുതകരമായ രഹസ്യശക്തിയാണോ? സ്വരം ചേരാത്ത ഹ എന്ന ശബ്ദമാണോ അത്? അതോ വെറും തനിയെയുള്ള ശക്തി മാത്രമാണോ? ഈ വിധം അനേകം സംശയങ്ങളാണ് ഉള്ളത്. നവാത്മഭേദം. പരമാത്മാവസ്ഥയിൽ 9 വിധം ആത്മസ്വരൂപമാണോ എന്ന് ദേവിയുടെ ചോദ്യത്തിന് നേത്രതന്ത്ര ഇക്കാര്യം പറഞ്ഞതായ വ്യാഖ്യാനങ്ങളിൽ കാണുന്നു. ശിവ, സദാശിവ, ഈശ്വര, വിദ്യ, മായ, കല, നിധി, പുരുഷ, പ്രകൃതി. ഇങ്ങനെയാണ് 9 കാര്യം. ഈ വിധമായ നവാത്മാവസ്ഥ മറ്റു ചില ഗ്രന്ഥങ്ങളിൽ ശിവ, ശക്തി, സദാശിവ, ഈശ്വര, ശുദ്ധവിദ്യ, മഹാമായ, മായ, പുരുഷ, പ്രകൃതി എന്നിങ്ങനെയാണ് പറയുന്നത്. തത്വങ്ങളുടെ വ്യത്യസ്ത അവസ്ഥകളാണിവ. ഇവയെ മന്ത്രസ്വരൂപങ്ങളായും കാണാം. അവ ഹ്, ഋ, ക്ഷ്, മ്, ല്, വ്, യണ്, ഓം, നൂം. ബോധത്തിൻ്റെ 9 വിധ അവസ്ഥകളെയും നവാത്മഭേദ വാക്കുകൊണ്ട് തിരിച്ചറിയണം. അനുഗ്രഹങ്ങളും മോക്ഷപ്രാപ്തിയും നൽകുന്ന 9 അവസ്ഥകളാണിവ. ഇവയിൽ കൂടിയാണ് ഭൈരവനെ നേടാൻ കഴിയുന്നത്. ഈ 9-ൽ ഒന്നിൽ കൂടി തന്നെ ഭൈരവാവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയും. ഈ 9 വിധം അവസ്ഥകളെ പറയുന്നു. കാലം, സമയം; കുലം, രാശി; നാമം, പേര്; ജ്ഞാനം, അറിവ്; ചിത്തം, ബോധം; നാദം, അനാഹത ശബ്ദം; ബിന്ദു, ബീജം അല്ലെങ്കിൽ വിത്ത്; കല, തിരകൾ; 9 ജീവ, ആത്മാവ്. ഈ വിധം പരമാത്മാവസ്ഥയിലേക്ക് 9 വഴികളുള്ളതുപോലെ 9 വിധം ഊർജാവസ്ഥയുമുണ്ട്. ഇവയാണ് ഭൈരവി. അവ: 1. വാമ, ഇടാനാഡിയിലൂടെ പോകുന്നത്; 2. അംബിക, പിംഗല നാഡിയിലൂടെ പോകുന്നത്; 3. ജ്യേഷ്ഠ, സുഷുമ്നാ നാഡിയിലൂടെ പോകുന്ന ഊർജ്ജം; 4. രൗദ്രി, ആകാശ സംരക്ഷകയായ ഊർജ്ജം; 5. ഇച്ഛ, മനസ്സിൻ്റെ ഊർജ്ജം; 6. ജ്ഞാനം, അറിവിൻ്റെ ഊർജ്ജം; 7. ക്രിയ, കർമ്മത്തിൻ്റെ ഊർജ്ജം; 8. ശാന്തി, പ്രശാന്തതയുടേത്; 9. പര, അതീന്ദ്രിയ ഊർജ്ജം. ഈ 9 വിധം ഊർജാവസ്ഥയും മന്ത്രജപം കൊണ്ടും നിയന്ത്രിതമായ ശ്വാസോച്ഛ്വാസം, പ്രാണായാമം കൊണ്ടും ഊർജ്ജവൽക്കരിക്കപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഭൈരവാകൃതവും ഭൈരവൻ്റെ പ്രകൃതി. അത് ഭയപ്പെടുത്തുന്ന എന്നർത്ഥമില്ല. ശിവൻ്റെ ധ്യാനസ്വരൂപം എന്നോ ശിവൻ്റെ അതീന്ദ്രിയാനുഭവങ്ങളുടെ പ്രകൃതി എന്നോ പറയാം.
ഭൈരവാഗമങ്ങളിൽ. ത്രിശിരോഭേദം. നമ്മൾ അടുത്തത് ആ 3 വിധത്തിലുള്ള വിപുലമായ തത്വചിന്തയുടെ അടിസ്ഥാനത്തെ പറ്റിയാണ് പറയുന്നത്. ശിവൻ, ശക്തി, നരൻ. നാളെ അത് പറയാം. നമഃശിവായ.